നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭംഗി കൂട്ടുന്നത് പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ സേഫ്റ്റി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിങ്ങിന്റെ സമയത്ത് ഇപ്പോൾ ടൈൽസ് ആയിക്കോട്ടെ ഗ്രാനൈറ്റ്സ് ആയിക്കോട്ടെ കുറച്ച് ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. എക്സ്പെഷ്യലി കിച്ചൺ ആൻഡ് ബാത്റൂം. കിച്ചണും ബാത്റൂമും നോക്കുമ്പോൾ എപ്പോഴും വെറ്ററിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കിച്ചണിലും ബാത്റൂമിലും നമ്മൾ മസ്റ്റ് ആയിട്ടും ആന്റി സ്കിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവോയ്ഡിങ് ഷാർപ്പ് എഡ്ജസ്. ഇപ്പൊ നമ്മുടെ ഫർണിച്ചേഴ്സ് ഡൈനിങ് ടേബിൾ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റു ഫർണിച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് ആണെന്നെങ്കിൽ കൂടി നമ്മൾ ഷാർപ്പ് എഡ്ജസ് വരുമ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തല തട്ടാനും അല്ല മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്ക്രാച്ചസ് വരാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചറുകളിൽ ഇതുപോലുള്ള ഷാർപ്പ് എഡ്ജസും കോർണേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സേഫ്റ്റി ഗാർഡ്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വയറിംഗ്. വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കേബിൾസ്, സ്വിച്ചസ്, സോക്കറ്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റീഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ സോക്കറ്റ്സ് കുറച്ച് ഡൗൺ ആയിട്ട് കുട്ടികൾക്ക് കൈയെത്തുന്ന ആ ഒരു ഹൈറ്റിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഈവൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഹൈറ്റിൽ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യ സമയത്ത് ഓപ്പൺ ചെയ്യാനും അതുപോലുള്ള ആവശ്യമില്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്ത് വെക്കാവുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളാണ്. ഈ ഫിക്സഡ് ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണോ ഫിക്സ് ചെയ്യണമെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനായി കീപ് ഫോളോയിങ് മോർ വീഡിയോസ്.